സ്പാർക്ക് നീ എന്താ വരുന്ന വിടുത്ത് ഏതായിരുന്നേ? സ്റ്റേഷനോട്ട് കാർ ഓടുമായിരുന്നില്ലേ? ഇന്നലെ ഹൗസ് സർജൻസി കഴിഞ്ഞു. ഞാൻ ഉണ്ടെങ്കിൽ പോന്നു. ചേട്ടനോടെ? കാലത്ത് എന്താ കേസ് ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തു പോയി. ചിറ്റപ്പ എനിക്ക് പാവം തന്നിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് കാറും പ്ലെയിനും പട്ടിക്കുട്ടി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടു കുഞ്ഞുങ്ങളുടെ തള്ളയാണ് ഏമാന്റെ അവള്. ഞാൻ കുടിക്കില്ല, ചൂത് കളിക്കില്ല. ജോലി ചെയ്ത് കിട്ടുന്ന കാശ് മുഴുവൻ ഞാൻ അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും. ഒന്നിനും യാതൊരു കുറവും വരുത്തിയിരുന്നില്ല ഏമാന്റെ. പിന്നെന്തുകൊണ്ട് അവൾ ഇങ്ങനൊരു ബന്ധത്തിൽ ഏർപ്പെട്ടു? എല്ലാം കൊടുത്ത ഞാൻ അവളെ നിയന്ത്രിച്ചില്ല. അവർ രണ്ടുപേരെയും വെട്ടിക്കൊള്ളുകയാണോ അതിനുള്ള പ്രതിവിധി? സ്വന്തം ഭാര്യ മറ്റൊരുത്തിന്റെ കൂടെ കിടക്കുന്ന കണ്ടാൽ അവരെ വെട്ടിക്കൊല്ലാൻ പിന്നെ ഞാൻ എന്ത് ചെയ്യണമാന്നെ? എന്റെ സ്ഥാനത്ത് ഏമാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇത് ഇത് ബൈജുമോൻ. ഈ പ്ലെയിൻ പറക്കോ ചിറ്റപ്പ? യോ പ്ലെയിൻ മാത്രമല്ല, എല്ലാം ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യും. മേളം ഉണ്ടാക്കല്ലേ. ഇതെന്ത് കൂത്താ? ഇതെല്ലാം ഇപ്പോഴേ എടുത്തു കൊടുത്തോ? നീ ഒരുത്തനാ ഇവരെയൊക്കെ ലാളിച്ച് വഷളാക്കുന്നത്. ഈ മമ്മി ഒരു മൂരാച്ചിയാണില്ലേ? മൂരാച്ചിയോ എന്ന് പറഞ്ഞ എന്ത്? മൂരാച്ചി എന്ന് വെച്ചാ അതിന്റെ അർത്ഥം അവന് തന്നെ അറിഞ്ഞൂടാ. ഏതോ ജാഥാക്കാര് വിളിച്ചോണ്ട് പോകുന്ന കേട്ട് പഠിച്ചതാ. ചിറ്റപ്പ, ഞാൻ എന്തൊരു മനുഷ്യനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് എഴുതിയിരുന്നല്ലോ. ചിറ്റപ്പ മറന്നു പോയില്ലേ? ഞാൻ മറക്കോടി മോളെ. ചിറ്റപ്പ, എനിക്ക് വേണം. ബാബു അത് ബൈജിന് കൊടുക്കും. ഇത് അവർക്ക് വേണ്ടി വാങ്ങിച്ചത് ആർക്കും കൊടുക്കത്തില്ല. ബാബു അത് ബൈജിനോട് കൊടുക്കത്തില്ല. ബാബു പിള്ളേരെ തുടങ്ങാൻ എങ്ങനെയാ? എന്താ ഇവിടെ ഒരു ബഹളം? ഡാഡി, എനിക്ക് ചിറ്റപ്പം കൊണ്ടുവന്ന എന്തൊരു മനുഷ്യനെ മമ്മി മേടിച്ച് ബൈജുവിന് കൊടുക്കാൻ പോകുന്നു. ഓഹോ, അപ്പൊ ഇതൊരു തർക്കവസ്തുവാണല്ലേ? തർക്കവസ്തു സൂക്ഷിക്കേണ്ടത് പോലീസാണ്. അതുകൊണ്ട് ഇതെന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ചേട്ടാ, ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നെന്ന് നീനെ എനിക്ക് എഴുതിയിരുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതാ. അങ്ങനെയാണോ കാര്യം? അപ്പൊ ഇതാർക്കൊക്കെ വേണ്ടത്? ബൈജിനോടാ? സഹിക്കോ? അപ്പോ തർക്കം തീർന്നല്ലോ. എന്നാൽ ഇത് മോൾക്ക് തന്നെ ഇരിക്കട്ടെ. ഇതെല്ലാം കൊണ്ട് വെച്ചിട്ട് വേഗം ഡ്രസ് ചെയ്യാൻ നോക്ക്. സ്കൂൾ ബസ് വരാൻ സമയമായി. നീ എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. അവൻ കാപ്പി പോലും കുടിച്ചിട്ടില്ല. ബാലേട്ടൻ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. എന്നാ നീ കാപ്പി എടുക്ക്. നിന്റെ ഹൗസ് സർജൻസി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അപ്പൊ ഇനി എന്താ പരിപാടി? എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യണമെന്നാ. നോ 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 നോ. നിന്നെ ഏറ്റവും വലിയൊരു ഡോക്ടർ ആക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നീ MD-ക്ക് അഡ്മിഷൻ കിട്ടുമോ നോക്ക്. ഇവിടെ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ചേട്ടാ. ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഫോറിൽ അപ്ലൈ ചെയ്യൂ. പഠിക്കാവുന്ന അത്രയും പഠിക്കുക. അത് കഴിഞ്ഞ് ജോലി നോക്കിയാൽ മതി. ശരി ചേട്ടാ, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാം. വാ, കാപ്പി കുടിക്കാം. എന്തു കുമാരൻ അയച്ച് കുറച്ച് നല്ല കരിമീൻ മേടിപ്പിക്കുക. വറുത്ത മീനെന്ന് പറഞ്ഞാൽ ഇവൻ ജീവനാണെന്ന് അറിയാമല്ലോ. ഓ പിന്നെ
ചേട്ടൻ പറഞ്ഞിട്ടല്ലേ ഞാൻ അനിയന് മീമർത്ത് കൊടുക്കുന്നത്. ഏ, ചിറ്റപ്പ ആരാ സിഗരറ്റ് എടുത്തെന്ന് പറയാമോ? സജി. അയ്യേ ചിറ്റപ്പന് തെറ്റിപ്പോയി, ഞാനാ. ഇതാണ്ട് നിന്റെ ചിറ്റപ്പൻ. എന്താ ഏട്ടത്തി? ഇവൻ നിന്നെ കാണാൻ നിന്നെ ശല്യം ചെയ്യായിരുന്നു. അവന് നേരി ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു, നോക്കി. ഏയ് ഒന്നുമില്ല. ചിറ്റപ്പ ഞാൻ പോയി ഒരു സൂചി എടുത്തോണ്ട് വരാം, ഇവനെ കുത്തി വെക്കാം. വേണ്ട ചിറ്റപ്പ, നമുക്കിവന് എനിമ കൊടുക്കാം. എനിമയോ? അതെന്തോ നിനക്കറിയോ? പിന്നെ ഈ അടിയിൽ കൂടെ വെക്കുന്നത്. ചിറ്റപ്പ മോൻ പേടിക്കണ്ട, അതൊക്കെ നമുക്ക് ഇവർക്ക് കൊടുക്കാം. മോനെ ഒന്നും ചെയ്യണ്ട. എന്താ എല്ലാവരും കൂടി ഒരു കോൺഫറൻസ്? ഇവന്റെ കാലിന് എന്ത് പറ്റി? ഒന്നുമില്ലെന്താ. അല്ല, ബാബുവിന്റെ തോൾ കയറി ഇരിക്കുന്നത് ചോദിച്ചതാ. ബാബു വന്ന പിന്നെ അവന്റെ തോളിൽ നിറങ്ങൂല. അപ്പോഴേ ശ്രീമതി, ഞായറാഴ്ച വള്ളംകളിയാ, നമുക്ക് പോകണ്ടേ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉദ്ഘാടനത്തിനാണെങ്കിൽ ഞാനില്ല. ഇപ്രാവശ്യം ഉദ്ഘാടനം ഐജിയുടെ ഭാര്യ. എങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. ചിറ്റപ്പ നമുക്ക് ബീച്ചിൽ പോകാം. വേണ്ട ചിറ്റപ്പ പാർക്കിൽ പോകാം. ചിറ്റപ്പ നമ്മൾക്ക് ട്രെയിൻ കളിക്കാം. ശരി, ഓക്കെ. നീ പറയാ പിന്നെ അപ്പീലില്ലല്ലോ. അപ്പൊ കാപ്പൂടി കഴിഞ്ഞിട്ട് ഇല്ലില്ല, ഞാൻ വെച്ചില്ല. ഞാൻ വെച്ചായിരുന്നു. ഞാൻ സമ്മതിക്കത്തില്ല. ബാബു, ചേട്ടത്തി മൂവ് ചെയ്താണ്. പറ്റില്ല പറ്റില്ല. ഞാൻ സമ്മതിക്കത്തില്ല. ചേട്ടത്തി മൂവ് ചെയ്താണെന്നേ. ബാബു, ഞാൻ ഇല്ല പറ്റില്ല 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 പറ്റില്ല. ഇല്ല ബാബു, ഞാൻ സമ്മതിക്കത്തില്ല. ഇല്ല, കള്ളകളി കള്ളകളി. ബാബു, ഇല്ല. ചേട്ടത്തി മൂവ് ചെയ്താണ്. ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. നീ ചുമ്മാ കളയല്ലോ. ഇല്ല, ചേട്ടത്തി മൂവ് ചെയ്താണ്. എന്താ എന്താ ഇവിടെ ബഹളം? ചേട്ടത്തി ട്രാപ്പ് ചെയ്താണെന്നേ. ഇപ്പൊ സമ്മതിക്കുന്നില്ല. അവരുടെ ചുമ്മാ വരട്ടെ, ഇവൻ കള്ളം പറയാ. ഇല്ല ഇല്ല ഇല്ല. എന്നാ ആദ്യമേ കളിക്കാം. എന്നാ ആദ്യം കളിക്കാം. അപ്പോഴേ ശ്രീമതി, മണി 12 കഴിഞ്ഞു, ഉറങ്ങണ്ടേ? എത്രയായാലും ഞാൻ ഇന്നെ തോപ്പിച്ചിട്ട് കിടന്നുള്ള ബാലട്ട. ബാലട്ടൻ വീട്ടിൽ ഉറങ്ങിക്കും. Yes, come in. ഇതാര്? മിസ്റ്റർ വിജയൻ. ബാബു ഇവിടെ ഉണ്ടായിരുന്നോ? ആ. ഹൗസ് സർവീസ് ഒക്കെ കഴിഞ്ഞല്ലേ? യെസ്, വിജയൻ ഇപ്പോൾ ഇവിടുത്തെ എസ് അല്ലേ? അല്ല, എനിക്ക് ട്രാൻസ്ഫർ ആയി ആലപ്പുഴ ജില്ലയിലേക്ക് വിത്ത് പ്രൊമോഷൻ. ഓ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. എനിക്ക് ഇന്ന് തന്നെ ചാർജ് എടുക്കണം. അതിനു മുമ്പ് ചേട്ടനെ കാണാൻ വന്നതല്ലേ? അതെ, അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ കൊണ്ടാ എനിക്ക് ഇത്ര പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടിയത്. ആ ചേട്ടത്തി, വിജയൻ മിസ്റ്റർ വിജയൻ വന്നിരിക്കുന്നത് ചേട്ടനോടൊന്ന് പറ. വരി. ഇനി എന്താ അടുത്ത പ്ലാൻ? ഹയർ സ്റ്റഡീസിന് ഫോറിനിൽ പോകണമെന്നാ ചേട്ടന്റെ നിർബന്ധം. യു മസ്റ്റ്. മിസ്റ്റർ ബാബു, ഒരു വലിയ മനുഷ്യനാണ് നിങ്ങളുടെ ചേട്ടൻ. എ മോസ്റ്റ് ലവിംഗ് ബ്രദർ ഐ ഹാവ് എവർ സീൻ. അതെന്താ അങ്ങനെ പറഞ്ഞു? ഒരു 6 മാസം മുമ്പ് ബാബുവിന് ഒരു ആക്സിഡന്റ് ഉണ്ടായില്ലേ? ഓ, ചെറിയൊരു മോട്ടോർ ബൈക്ക് ആക്സിഡന്റ്. അന്ന് ആ വിവരത്തിന് ഫോൺ കിട്ടിക്കഴിഞ്ഞപ്പോ നിങ്ങളുടെ ചേട്ടൻ അനുഭവിച്ച വേദന ഞാൻ നേരിട്ട് കണ്ടതാ. ഹി വാസ് വീപ്പിംഗ് ലൈക്ക് എ ചൈൽഡ്. പിന്നെ നിങ്ങൾ നേരിട്ട് ഫോണിൽ സംസാരിച്ച ശേഷമാ അദ്ദേഹം സമാധാനപ്പെട്ടത്. ചേട്ടൻ വരുന്നുണ്ട്. അല്ല, മിസ്റ്റർ വിജയനോ? സാർ, ഞാനിന്ന് ചാർജ് എടുക്കുകയാണ്. യെസ്, ഐ നോ. സാറിന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. യു ആർ റോങ് മിസ്റ്റർ വിജയൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് പ്രൊമോഷൻ അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഐ വിഷ് യു ഓൾ സക്സസ്. കുട്ടികൾ അവര് സ്കൂളിൽ പോയി. ഇത് ഞാൻ അവർക്ക് വേണ്ടി വാങ്ങിയതാ. എന്താണിത്? കുറച്ച് സ്വീറ്റ്സ് ആണ് സർ. നോ 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 നോ, ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ല, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ക്ഷമിക്കണം സർ, എന്റെ ഒരു സന്തോഷത്തിന്. അത് വേണ്ട. ബാലേട്ട, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത്. നോ സർ. എന്തോ? താങ്ക് യു. പാവം വിജയനാകെ വേർത്തുപോയി. എന്തോ? അച്ഛൻ സമ്പാദിച്ച സ്വത്ത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്.
എനിക്ക് ആവശ്യത്തിന് ശമ്പളവുമുണ്ട്. പിന്നെന്തിനായി? ഇത് കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന അല്പം സ്വീറ്റ്സ് അല്ലേ ബാലേട്ടാ? ഇതുപോലെ അല്പം സീറ്റിൽ തുടങ്ങുന്ന പ്രവണതയാണ് ബലഹീനരായ പല ഉദ്യോഗസ്ഥന്മാരെയും വലിയ കൈക്കൂലിക്കാരാക്കി തീർത്തിട്ടുള്ളത്. ആഹാ, ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് വെയിലടിച്ചും കിടന്ന് ഉറങ്ങാണല്ലേ? നീനെ എണീക്ക് മക്കളെ, എണീക്ക്. മോനെ, ഗുഡ് മോർണിംഗ് മമ്മി. മോർണിംഗ് ഡാർലിംഗ്. മമ്മി എന്നെ എന്തിനു വിളിച്ചിട്ട് കാണുന്നില്ല? എന്താ മനുഷ്യൻ, കാലൊക്കെ തുടങ്ങി. ഞാൻ ഇന്നലെ കെട്ടിപ്പിടിച്ചെന്ന് കരുതുന്നത് ഈ സജ്ജ എടുത്തിട്ടുള്ളതാ. നീ എടുത്തടാ. ഞാനും കൊടുത്തില്ല. പിന്നെ അത് എവിടെ പോവാനാ? അതിവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ നോക്കിയെടുത്ത് വെക്കാം. രണ്ടുപേരും പല്ല് വെച്ചിട്ട് പോയിരുന്ന് പഠിക്കാൻ നോക്കാം. സജ്ജയല്ലേ എന്റെ യന്ത്രമനുഷ്യനെ എടുത്തത്? എനിക്കെന്തിനാ അത്? ഞാൻ ഡാഡിയോട് പറയും. ഡാഡി ചോദിക്കുമ്പോ നേര് പറയുമല്ലോ. ബൈജു, എഴുന്നേക്ക്. ഇത് നീനയുടെ കയ്യിൽ നിന്ന് നീ എപ്പോ എടുത്തു? ചേച്ചി ഉറങ്ങിക്കിടന്നപ്പോ. അമ്പടാ വീര. ബലട്ടാ, ഈ കൊച്ചു കള്ളം ചെയ്ത പണിയുണ്ടോ? എന്താ? ഇന്നലെ രാത്രി ആരും അറിയാതെ നീനയുടെ മുറി പോയി വന്നിട്ട് മോഷ്ടിച്ചോണ്ട് വന്നിരിക്കുന്നു. നീ ചൂണ്ടാനും തുടങ്ങിയോ? ഇവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. മോളെ എവിടെ? മമ്മി. നീ എന്തിനാ മോഷ്ടിക്കാൻ പോയത്? ഇനി അങ്ങനെ ചെയ്യുമോ? ഇല്ല. ഞാൻ ഇടി കൊടുക്കണം. മോളെ എവിടെ? മമ്മി. ഇപ്പൊ എന്തിനാ മമ്മീനെ വിളിക്കുന്നേ? നീ മോഷ്ടിച്ചോണ്ടല്ലേ? വേഗം കൊണ്ടുപോയി ചേച്ചിക്ക് കൊടുക്ക്. സാറേ, ഇത് സ്റ്റേഷനല്ല, വീടാ. കുഞ്ഞുങ്ങളെ പോലീസ് മുറിയിലാണ് പേടിപ്പിക്കുന്നത്. ഇനി കുഞ്ഞുങ്ങളായാലും തെറ്റ് ചെയ്താൽ ശാസിക്കണം, വേണ്ടി വന്നാൽ ശിക്ഷിക്കുകയും വേണം. നമുക്കെല്ലാം പോലീസ് മുറിയിലാണല്ലോ. വര ആ കൊലയുടിങ്ങ. അച്ഛനാണ്. അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് എത്ര നാളായി? നിനക്കെന്താടി വല്ലപ്പോഴും അങ്ങോട്ടൊന്നും ഒന്നുകൂടെ? ഞാൻ ജീവിച്ചിരിക്കുന്നു അതോ മരിച്ചോന്ന് തിരക്കൂടെ? അയ്യോ അച്ഛ, എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ല എന്നിട്ടാണോ? ഇവിടുന്ന് ഒരു നിമിഷം മാറി നിൽക്കാൻ പറ്റില്ല. ബാലനാണെങ്കിൽ ജോലി തിരക്ക്.
പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ടേ? നിനക്ക് നിന്റെ മക്കളെ ഓർത്തിട്ട് എനിക്ക് എന്റെ മോളെ ഓർത്തിട്ട്. വാ, അച്ഛൻ ഇരിക്ക്. കുഞ്ഞേ, അങ്ങനെ ഷർട്ട് തയ്ക്കാൻ കൊടുത്ത് വാങ്ങിച്ചോ? ആ, വൈകുന്നേരം ആട്ടെ. ഇന്നലെയും പറഞ്ഞു വൈകുന്നേരം ആട്ടൊന്ന്. ഇനി അങ്ങനെ വല്ലതും പോകാൻ നേരത്താ ഷർട്ടിന്റെ കാര്യം ചോദിക്കുന്നത്. ഒന്നിനും ഒരു ശ്രദ്ധയില്ല. ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. എടീ, ഇവൻ ഇവിടുത്തെ കാരണവരെ പോലെയാണല്ലോ. ഒന്നും പറയണ്ടച്ചാ. ഇവിടുത്തെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും വീഴ്ച വന്നാ കുമാരേട്ടൻ കയറ് പൊട്ടിക്കും. ഇവനെ ഇപ്പൊ കണ്ട 2 കൊലപാതകവും ചെയ്ത് 10-15 വർഷം ജയിലിൽ കിടന്നവനാണെന്ന് ആരെങ്കിലും പറയുവോ? ഇവിടെ പാലേട്ടൻ വിളിച്ചോണ്ട് വന്ന് നിർത്തിയപ്പോ ആദ്യം എനിക്കും പേടി തോന്നി. പിന്നീടാണ് മനസ്സിലായത് കുഞ്ഞുങ്ങളുടെ പ്രകൃതമാണെന്ന്. ആ, ബാബു എങ്ങോട്ട് പോയതാ മോളെ? അച്ഛൻ എന്നെ കണ്ടോ? ഞാൻ വരുന്ന വഴിക്ക് മോട്ടോർ സൈക്കിളിൽ പോകുന്ന കണ്ടു. ആ, ഏതോ കൂട്ടുകാരെ കാണാൻ പോയതാ. ഹായ് ചേച്ചി, അപ്പൂനെ. എവിടെ? അയ്യോ മക്കളെ, അപ്പൂപ്പന്റെ ഉടുപ്പൊക്കെ അഴുക്കാവും. ആകട്ടടി, ഇവരല്ലാതെ വേറെ ആരുണ്ടടി എന്റെ ഉടുപ്പഴുക്കാക്കാൻ? അപ്പൂപ്പ അപ്പൂപ്പ, കൊമ്പ് കൊണ്ടുവന്നിട്ടുണ്ടോ? കൊങ്ങോ? ആ, ഈ തേങ്ങടാത്തിരിക്കുന്ന കൊമ്പ്. കൊങ്ങല്ലടാ മോനെ, പൊങ്ങ്. അവിടെ വരുമ്പോ അപ്പ തരാം. എനിക്കും തരണം. എനിക്കും. എല്ലാവർക്കും തരാം. അച്ഛാ, വൈദ്യുന് മാത്രം കൊടുക്കണ്ട. അതെന്താ? ഇവനേ ചില്ലറ മോഷണമൊക്കെ തുടങ്ങിയിരിക്കുക. നേരാണോടാ മോനെ? ഞാൻ ചേച്ചിയുടെ പാവെണ്ണ എടുത്തു, അതിനാ. ആ, അത്രേ ഉള്ളൂ. ഇന്ന ഇതിൽ ഉണ്ടയാണോ അപ്പൂപ്പ? ഉണ്ട്, നെയ്യപ്പോ ഒക്കെ ഉണ്ട്. ആ, ഹായ്. അതവിടെ വെച്ചേക്ക്, ഞാൻ വന്നിട്ട് എടുത്തുതരാം. അമ്മാവനെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. അവിടെ തെങ്ങേറ്റവും തേങ്ങാ വിട്ടവും ഒക്കെ ആയിരുന്നു. ഈ വയസ്സുകാലത്ത് എന്തിനാ ഒറ്റയ്ക്കിടന്ന് ഇങ്ങനെ അധ്വാനിക്കുന്നത്? ഇനി കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി. നല്ല ശിക്ഷയായി. കൊപ്ര കളത്തി കിടക്കുക. എനിക്ക് ഉച്ച കഴിഞ്ഞങ്ങ് പോണം. ആ, ബാലൻ രാവിലെ എങ്ങോട്ടാ? എനിക്കിന്ന് തിരുവനന്തപുരത്ത് ഹോം മിനിസ്റ്ററുടെ കോൺഫറൻസ് ഉണ്ട്. നാളെ വരികയുള്ളൂ. ഓഹോ, അപ്പോ ഞാനങ്ങ് പോകും കേട്ടോ. ഇവിടെയും കുഞ്ഞുങ്ങളെയും അവധിക്ക് എങ്ങോട്ട് അയക്കണം? അയ്യോ, ഇവളിവിടെ ഇല്ലെങ്കിൽ എന്റെ എല്ലാ കാര്യങ്ങളും കുഴയും. എന്നാ എല്ലാരും ഇവിടെ വന്നേക്ക്. ആ, നോക്കട്ടെ. അമ്മാവന് കാപ്പി കൊടുക്കും. ഇല്ല, എല്ലാവർക്കും കൂടെ കുടിക്കാം. വരൂ അച്ഛാ.